പശ്ചിമേഷ്യയിൽ ആഴ്ചകളായി തുടരുന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷം അതീവ ഗൗരവമായ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നു. തങ്ങളുടെ നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതായി ഇസ്രയേൽ സൈന്യം ആരോപിച്ചു. നിലവിലെ സംഘർഷത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു വിവാദവും മനുഷ്യത്വരഹിതവുമായ ആയുധം ഉപയോഗിക്കുന്നതായി ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിലാണ് ക്ലസ്റ്റർ യുദ്ധമുനകൾ ഘടിപ്പിച്ചിരുന്നതെന്ന് ഇസ്രയേൽ ഹോം ഫ്രണ്ട് കമാൻഡ് സ്ഥിരീകരിച്ചു. ഇറാൻ വിക്ഷേപിച്ച ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ യുദ്ധമുന ഏകദേശം 7 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് വേർപെട്ടു. തുടർന്ന് ഏകദേശം 8 കിലോമീറ്റർ ചുറ്റളവിൽ 20ഓളം ചെറിയ ബോംബുകൾ ചിതറി വീഴുകയായിരുന്നു. ഇസ്രയേലിന്റെ മധ്യഭാഗത്തുള്ള അസോർ എന്ന നഗരത്തിലെ ഒരു വീട്ടിൽ ഒരു ചെറിയ ബോംബുകളിൽ ഒന്ന് പതിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ ജീവഹാനി സംഭവിച്ചതായി ഇതുവരെ റിപ്പോർട്ടുകളില്ല. എന്നാൽ സൊറാക്ക മെഡിക്കൽ സെന്റർ ഉൾപ്പെടെ ഇസ്രയേലിലെ പ്രധാന ആശുപത്രികളിലും മിസൈൽ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഈ ആക്രമണങ്ങളിൽ ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റതായും സൂചനയുണ്ട്. ക്ലസ്റ്റർ ബോംബുകൾ ഏറ്റവും അപകടകരവും മനുഷ്യത്വരഹിതവുമായ ആയുധങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു വലിയ പ്രദേശത്ത് ഒരേ സമയം ധാരാളം ചെറിയ സ്ഫോടക വസ്തുക്കൾ വിതറുന്നു എന്നതാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ ക്ലസ്റ്റർ ബോംബുകൾക്ക് ഒരു വലിയ ജനവാസ മേഖലയിൽ വ്യാപകമായ നാശം വിതയ്ക്കാൻ കഴിയുമെന്നതാണ്. ഇത് ലക്ഷ്യത്തെ മാത്രമല്ല, ചുറ്റുമുള്ള സാധാരണ പൗരന്മാർക്കും അവരുടെ വീടുകൾക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഡട്സ് അഥവാ പൊട്ടാത്ത ബോംബുകൾ. ഈ ചെറിയ ബോംബുകളിൽ പലതും ഉടനടി പൊട്ടിത്തെറിക്കാതെ ഭൂമിയിൽ കിടക്കും. അവയെ ഡട്സ് അഥവാ പൊട്ടാത്ത ബോംബുകൾ എന്നാണ് വിളിക്കുന്നത്. യുദ്ധം അവസാനിച്ചതിന് ശേഷവും ഈ പൊട്ടാത്ത ബോംബുകൾ വർഷങ്ങളോളം മണ്ണിൽ അവശേഷിക്കുകയും സാധാരണ പൗരന്മാർക്ക്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് വലിയ അപകടമുണ്ടാക്കുകയും ചെയ്യുന്നു. കളിക്കുന്നതിനിടയിലോ കൃഷി ചെയ്യുന്നതിനിടയിലോ ഈ ബോംബുകളിൽ സ്പർശിക്കുന്നതിലൂടെ ജീവൻ നഷ്ടപ്പെടാനോ ഗുരുതരമായ അംഗവൈകല്യങ്ങൾ സംഭവിക്കാനോ സാധ്യതയുണ്ട്. കൂടാതെ പൊട്ടാത്ത ബോംബുകൾ കാരണം മണ്ണും പരിസ്ഥിതിയും മലിനമാകുന്നു എന്നതാണ്. ഇവ കണ്ടെത്തി നിർവീര്യമാക്കാനും വലിയ സാമ്പത്തിക ചെലവുകളും വർഷങ്ങളുടെ പ്രയത്നവും ആവശ്യമാണ്. ഈ അപകടങ്ങൾ കണക്കിലെടുത്ത് 2008 ക്ലസ്റ്റർ ബോംബുകളുടെ ഉൽപാദനം, സംഭരണം, കൈമാറ്റം, ഉപയോഗം എന്നിവ നിരോധിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ഉടമ്പടി നിലവിൽ വന്നിരുന്നു. 111 രാജ്യങ്ങളും 12 മറ്റ് സംസ്ഥാനങ്ങളും ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും ഇറാനും ഇസ്രയേലും ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടില്ലാത്ത ഈ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നുവെന്നത് ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാത്ത രാജ്യങ്ങൾക്ക് ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിയമപരമായ തടസ്സങ്ങളില്ലെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ശക്തമായ വിമർശനം നേരിടേണ്ടി വരും. ഇറാൻ സിവിലിയന്മാരെ ലക്ഷ്യമിടാൻ ശ്രമിക്കുന്നുവെന്നും പരമാവധി നാശനഷ്ടങ്ങൾ വരുത്താൻ വ്യാപകമായി ചിതറുന്ന ആയുധങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും ഇസ്രയേൽ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ ആരോപിച്ചു. ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചെന്ന ഇസ്രയേലിന്റെ ആരോപണം സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ ഈ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായും യുദ്ധക്കുറ്റമായും വ്യാഖ്യാനിക്കപ്പെടാം. പൊട്ടാത്ത ബോംബുകൾ ജനങ്ങൾക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ളതിനാൽ ഇസ്രയേൽ സൈന്യം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരു ബോധവൽക്കരണ ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. അത്തരം ബോംബുകൾ എവിടെയെങ്കിലും കണ്ടാൽ അവയിൽ സ്പർശിക്കാതെ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കാനും ഇസ്രയേൽ ജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകി. ക്ലസ്റ്റർ ബോംബുകളുടെ ഉപയോഗം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളാക്കുന്നതിനും സൈനിക തന്ത്രങ്ങളിൽ അപകടകരമായ ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചേരുന്നതിനും ഇടയാക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് പുതിയ മാനം നൽകുകയും മേഖലയിലെ സമാധാന ശ്രമങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്തേക്കാം.